ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ വന്നിരിക്കുന്ന ലെജൻഡറി കൊല്ലത്തുള്ള ഫയൽമാൻ ഹോട്ടലിലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെയാണ്, വേണമെങ്കിൽ ബ്രഞ്ചിൽ നിന്നും വിളിക്കാം. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് വീട്ടുകാരെല്ലാവരും ആയിട്ടാണ്, ഇവിടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും അച്ഛനൊക്കെ ഉള്ള ടൈമിൽ. പക്ഷേ ഞങ്ങളിവിടെ വന്ന സമയത്ത് ബിരിയാണി തീർന്നു പോയായിരുന്നു. അന്ന് കൊറോണ കാലഘട്ടമായിരുന്നു. പിന്നാണ് കഴിക്കാൻ പോകുന്നത്. നല്ല ഡൈനിങ് സ്പേസാണ്. അങ്ങനത്തെ വില വിവര പട്ടിക എനിക്ക് ഓബിയസ്ലി ആവശ്യം. കൊല്ലത്തെ എല്ലാ കടയിലും ഗോലിസോറും തോന്നുന്നുണ്ട്, പോയി മിക്ക കടയിലും ഉണ്ടായിരുന്നു. ഗൈസ് മട്ടൻ കറി റെഡി ആയിട്ടില്ലെന്ന് സീൻ. പിന്നെ അതുപോലെ തന്നെ ബിരിയാണിയും ആയിട്ടില്ല, രാവിലെ ആയതുകൊണ്ട്. അപ്പം ഞങ്ങൾ എന്താണ് ഒരു താറാമുട്ടക്കറിയും പിന്നെ ഒരു കൊഞ്ച് റോസ്റ്റുമാണ് പറഞ്ഞേക്കാം കേട്ടാ. ബാക്കി പൊറോട്ട. എന്താണെന്നറിയില്ല, ഇവിടെ നിന്ന് മട്ടനും ബിരിയാണിയും കഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല എന്നാണ്. എപ്പോൾ വരുമ്പോഴും റെഡി ആയിട്ടുണ്ടാവില്ല. കഴിഞ്ഞ തവണ തീർന്നു പോയി, ഇത്തവണ റെഡി ആയിട്ടില്ല. 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞ് റെഡിയാവാൻ. അത് നമുക്ക് പറ്റില്ല, കാരണം 1 മണിക്കൂറിൽ നമുക്ക് കല്യാണം ഹോളിൽ ചെല്ലണം. ഉച്ചയ്ക്ക് സദ്യ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെന്നെങ്കിലും കഴിക്കാം. എൻ്റെ ഭാര്യ എനിക്കറിയാം, അവള് സദ്യ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ആളെടുത്ത് ഇപ്പോൾ ഫയൽമാൻ ഹോട്ടലിൽ 11 മണിയായിട്ട് മട്ടൺ റെഡി ആയിട്ട് കേട്ടോ. അവരിന്ന് വൈകിന്ന് തോന്നും നമ്മളെ പോലെ. അപ്പോൾ ഇവിടെ കോയിൻ പൊറോട്ട ഉണ്ടോ പറഞ്ഞ പോലെ. അതുപോലെ അതെ കൊഞ്ച് റോസ്റ്റ് ഉണ്ട്, ഗ്രേവി ഉണ്ട്. ഗ്രേവി കണ്ടിട്ട് ഉടനെ കൊള്ളാമല്ലോ. മീൻചാറാന്ന് തോന്നണേ. അത് മീൻചാറാവാനാ ചാൻസ്, കൊഞ്ചായതുകൊണ്ട്. ഇന്നലെ കഴിക്കാം. ബ്ലൂബെറി, ഞാൻ ഗ്രീൻ ആപ്പിളാന്ന് വിചാരിച്ചത്. ബ്ലൂബെറിന്ന് ആയിരിക്കും. കുറേ നാളിൽ ശേഷം കുടിക്കാൻ കേട്ടോ, കുടിക്കോട്ടെ. ഗ്രീൻ ആപ്പിളാണല്ലോ സ്റ്റിക്കറോട്ട് മാറിപ്പോയത്. അവള് ഇടിക്കണ നോക്കിക്കേ. എന്നാ കഴിച്ചോ കഴിച്ചോ. മുട്ടക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അടിപൊളി. കൊഞ്ച് റോസ്റ്റ് കിട്ടണം. രാവിലെ കഴിഞ്ഞ് കൊഞ്ച് റോസ്റ്റ് കിട്ടൂലേ. നല്ല ഫ്രഷ് കൊഞ്ച്. സൂപ്പർ അല്ലേ, അടിപൊളി കൊഞ്ച് റോസ്റ്റ്. നല്ല പൊറോട്ടയും നല്ല കറികളും അല്ലേ. കൊഞ്ച് സൂപ്പർ, ഒന്നും പറയാനില്ല. 2 പേരായിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കൽ പണിയാണ് കേട്ടോ, തിന്ന് തീർക്കൽ. ഇവിടെ വീട്ടിൽ ഇത് അനുഭവം ഉണ്ടാക്കണത് ഇതുപോലെയാണ്. നല്ലപോലെ സവാള ഇട്ട് നല്ല മസാലയിൽ, അതും വെളിച്ചെണ്ണ പ്രിപ്പയർ ചെയ്തായിരുന്നു. അല്ല ഇത് സൂപ്പറുണ്ട്. അത് നിന്റെ അപ്പൂപ്പൻ ജനിക്കുന്ന മുന്നേ ഉള്ള ഹോട്ടലാണെന്ന് തോന്നണേ. താറാമുട്ട, നല്ല താറാമുട്ട. മുട്ടയെ പിടിച്ച് മെത്തയൊക്കെ എടുത്ത് എങ്ങനെ ഇരിക്കും. എൻ്റെ മുട്ട അടിച്ചിട്ട് പോയി. അവളെ മഞ്ഞ മാത്രം എനിക്ക് തന്നിട്ട് നോക്കി, അവള് മഞ്ഞ വെച്ചിട്ട് പോയി. ഇതാണ് ബില്ല് കേട്ടോ. അത് പ്രോൺസ് മേടിച്ചോണ്ട് ഇത്ര പൈസ ആയിരുന്നു. ഫയൽമാൻ ഹോട്ടൽ ലിവ്സ് അപ് ടു ഇറ്റ്സ് ഹൈപ്പ് റെപ്യൂട്ടേഷൻ. ഒരു രക്ഷയില്ല, കിട്ടില്ല ഫുഡ് കേട്ടോ. പക്ഷെ ഇവിടുന്ന് മട്ടനാണ് മെയിനായിട്ട് കഴിക്കേണ്ടത്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല എന്നുള്ളത്. ഇവിടുത്തെ മട്ടൻ ബിരിയാണിയെ പറ്റി 100 നാവാ എല്ലാവർക്കും. അപ്പോൾ എന്തായാലും പറ്റുമെങ്കിൽ നിങ്ങളൊന്നും കഴിച്ചു നോക്കാൻ ശ്രമിക്കാം. ഉച്ചയ്ക്ക് കല്യാണത്തിന് ശേഷം വരലാണ് പാട്. ഇവിടെ 2 മണിക്കുള്ളിൽ ബിരിയാണി തീരും, അതാണ് പ്രശ്നം. നോക്കട്ടെ ഏട്ടാ.